വഖഫ് വീണ്ടും കൊടുമ്പിരി കൊണ്ട ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ ബില്ല് നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ. എന്നാൽ ബില്ലിനെ അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന KCBC നിർദ്ദേശത്തിൽ കോൺഗ്രസിൽ ആശയക്കുഴപ്പം തുടരുകയാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ബില്ലിന് കുറച്ചുകൂടെ ശക്തി പകരാനാണ് KCBCയുടെ അടിയുറച്ച നിലപാടിന് സാധ്യമായേക്കുമെന്ന് തന്നെയാണ് BJP വിശ്വസിക്കുന്നതും. വെള്ളിയാഴ്ച സമ്മേളനം അവസാനിക്കും എന്നതിനാൽ തന്നെ വൈകാതെ തന്നെ ബിൽ പാസാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നതും. അതേസമയം ബില്ലിനെ അനുകൂലിക്കാത്ത MPമാരെ ബഹിഷ്കരിക്കാനാണ് ക്രൈസ്തവ സഭയുടെ കൂട്ടായ്മയായ ആക്സ് നേതൃയോഗത്തിന്റെ തീരുമാനം. മുനമ്പത്ത് വന്ന് തങ്ങൾക്ക് പിന്തുണ അറിയിച്ചവർ പാർലമെന്റിലും ആ നിലപാട് സ്വീകരിക്കണമെന്ന് തന്നെയാണ് ആക്സ് ആവശ്യപ്പെടുന്നതും. ആ നിലപാട് അനുസരിച്ചായിരിക്കും അവരോടുള്ള ഭാവി സമീപനമെന്നാണ് ഇവർ വ്യക്തമാക്കിയിരിക്കുന്നതും. അതേസമയം KCBC വ്യക്തമാക്കിയത് ഇങ്ങനെയായിരുന്നു: മുനമ്പത്തെ ജനങ്ങൾ നിയമാനുസൃതമായി കൈവശം വെച്ച് അനുഭവിച്ചു വന്ന ഭൂമിക്ക് മേലെയുള്ള റവന്യൂ അവകാശങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കാത്ത വിധം ഉന്നയിക്കപ്പെട്ട അവകാശവാദങ്ങളെ സാധൂകരിക്കുന്ന വകുപ്പുകൾ ഭേദഗതി ചെയ്യണം. മുനമ്പത്തെ ജനത്തിന് ഭൂമി വിറ്റ് ഫറൂഖ് കോളേജ് തന്നെ പ്രസ്തുത ഭൂമി ദാനമായി ലഭിച്ചതാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ എതിർവാദം ഉന്നയിക്കാത്ത വിധം വഖഫ് നിയമത്തിൽ ഉള്ളത് ഭേദഗതി ചെയ്യാൻ ജനപ്രതിനിധികൾ സഹകരിക്കണം എന്നതാണ് പറഞ്ഞത്. മുനമ്പം സമരം ചൂണ്ടിക്കാട്ടിയ ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജിജു സങ്കുചിത താല്പര്യങ്ങൾ മാറ്റിവെക്കണമെന്ന് സമൂഹ മാധ്യമമായ എക്സിൽ പങ്കുവച്ചിരുന്നു. രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് എല്ലാ MPമാരും ബില്ലിന് അനുകൂലമായി തന്നെ വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതുപോലെ തന്നെ ധനമന്ത്രി നിർമ്മല സീതാരാമനും KCBC നിലപാടിനെ സ്വാഗതം അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. മാത്രമല്ല, ഇപ്പോഴത്തെ BJP അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ അടക്കം ഈ ഒരു നിലപാടിനെ സ്വാഗതം ചെയ്തിരുന്നു. അതേസമയം KCBCയെ എതിർത്തുകൊണ്ട് പാളയം ഇമാം കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം നടത്തിയിരുന്നു. ബില്ലിനെ ഒറ്റക്കെട്ടായി എതിർക്കണമെന്ന ആഹ്വാനമായിട്ടായിരുന്നു മൗലാന രംഗത്ത് വന്നതും. മൗലാന പറയുന്നത് ഇങ്ങനെയാണ്: വഖഫ് വസ്തുക്കൾ ദാനം ചെയ്ത വസ്തുക്കൾ എന്നാണ് ഖുർആൻ പറയുന്നത്. അള്ളാഹുവിന്റെ സ്വത്തുക്കൾ ഏത് വില കൊടുത്തും സംരക്ഷിക്കണം. വിശ്വാസികൾ വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യണമെന്നത് ഖുർആന്റെ തത്വമാണ്. വഖഫ് ബില്ലിനെ മതസ്വാതന്ത്ര്യത്തിന് എതിരാണെന്നും വഖഫ് നിയമം ഭേദഗതി ചെയ്യാനുള്ള നീക്കങ്ങൾ തന്ത്രപരമായി നടക്കുന്നുണ്ട് എന്നും ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി വഖഫ് ഉപയോഗിക്കാൻ പാടില്ല എന്നും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ വഖഫുകൾ സംരക്ഷിക്കണമെന്നും വഖഫുകൾ അള്ളാഹുവിന്റെ ദാനമാണ് എന്നും വഖഫ് നിയമത്തിന് നിരക്കാത്തത് ഒക്കെയാണ് നിയമത്തിൽ ഉള്ളതെന്നാണ്. അതുപോലെ തന്നെ ബില്ല് പാസ്സായാൽ വഖഫ് സ്വത്ത് നഷ്ടമാകുമെന്നും എല്ലാ മനുഷ്യരും ഈ ബില്ലിന് വിയോജിപ്പ് പ്രകടമാക്കണമെന്നും ഇമാം ആഹ്വാനം ചെയ്യുകയായിരുന്നു ചെയ്തത്. എന്നാൽ സ്വന്തം കിടപ്പാടം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മുനമ്പം ജനത സമരം തുടരുന്നതിനിടയിലായിരുന്നു ഈ ഒരു പ്രസംഗവുമായി അല്ലെങ്കിൽ ഒരു പരാമർശവുമായി പാളയം ഇമാം രംഗത്ത് വന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.